ശരി, വിനയ രാജാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഗ്രീഷ്മയ്ക്കെതിരായ വിധിയിൽ സന്തോഷമുണ്ടെന്ന് ഷാരോണിന്റെ കുടുംബം. അമ്മ സിന്ധുകുമാരിയും കുറ്റക്കാരിയാണെന്ന് അവരെ എന്തിന് വെറുതെ വിട്ടെന്നും ഷാരോണിന്റെ അമ്മ പ്രിയ ചോദിച്ചു. സിന്ധുവിനെ വിട്ടയച്ചതിനെതിരെ ശിക്ഷാവിധി വന്ന ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും ഷാരോണിന്റെ അച്ഛൻ ജയരാജ് പറഞ്ഞു. ഏറ്റവും വലിയ ശിക്ഷ പരമാവധി തന്നെ അവർക്ക് കൊടുക്കണം. ഞങ്ങളെ കൊണ്ട് ജീവനാണ് അതിൻ്റെ കൂടെ കിടന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെ കഴിഞ്ഞു പോകണം. ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടത്ത് എൻ്റെ ജീവനാണ് അവൾ കൊന്നു കളഞ്ഞത്. അത് പരമാവധി ശിക്ഷ തന്നെ കൊടുക്കണം. എൻ്റെ പൊന്നു ജീവനാണ്. അതിന്റെ വിഷമം ഞങ്ങൾക്ക് എന്നും മാറും, ഇപ്പം മാറുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ ജീവിക്കണോ വേണ്ടെന്നുള്ളതാണ്. ഗിരീഷ്മയുടെ അമ്മയെ കൂടെ പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങൾ പോകും, ഞങ്ങൾ നോക്കും. മാക്സിമം കേസിന്റെ വഴിയിലെടുത്ത് ഞങ്ങൾ സാറുമായിട്ടൊക്കെ കണ്ടക്ട് ചെയ്തതിന് ശേഷം ഞങ്ങളെ കൊണ്ട് പറ്റുന്നുള്ള രീതിക്ക് ഞങ്ങൾ പോകും. ഇപ്പോൾ അമ്മയും അമ്മാവനെയും ഏറെക്കുറെ വെറുതെ വിട്ട അവസ്ഥയിലാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അമ്മാവനെതിരെ തെളിവ് നശിപ്പിക്കലിന് കുറ്റം ചുമത്തിയിട്ടുണ്ട്. അമ്മേനെ വെറുതെ വിട്ടു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ കോടതി വിധിയെ ഞങ്ങളിപ്പോൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്. തൃപ്തരാണ്. തീർച്ചയായിട്ടും. അത് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പ്രോസിക്യൂട്ടറുമായിട്ട് തീരുമാനിച്ചു. കേസ് ഇത്രത്തോളം എത്തിയത് തന്നെ സാറ് വിനീത് കുമാറാണ് സാറിൻ്റെ പേര്, അഡ്വക്കേറ്റ്. അപ്പോൾ സാറായിരുന്നു ഞങ്ങളുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നായാലും ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ളൊരു സപ്പോർട്ടായിരുന്നു വന്നത്. പിന്നെ ഗവൺമെൻറ് ഭാഗത്തു നിന്നായാലും. എറണാകുളം പറവൂർ ചേന്നമംഗലം കൂട്ടക്കൊലക്കേസിൽ പ്രതി ഋതു കുറ്റം സമ്മതിച്ചതായി പോലീസ്. മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഋതുവിന്റെ സഹോദരിയെക്കുറിച്ച്